നമസ്കാരം. തൃശ്ശൂർ പൂരം ക്ഷേത്രങ്ങളിലൂടെ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തൃശ്ശൂർ പൂരത്തിൽ പങ്കാളിയായ ക്ഷേത്രങ്ങളിലൊന്നാണ് പൂക്കാട്ടിക്കര കാരമുക്ക് ക്ഷേത്രം. ശൈവ വൈഷ്ണവ ശാക്തേയ ശക്തികൾ ഒരുമിച്ച് കുടികൊള്ളുന്ന ക്ഷേത്രമാണ് പൂക്കാട്ടിക്കര കാരമുക്ക് ക്ഷേത്രം. ഇതിൽ കാരമുക്ക് ഭഗവതിയാണ് തൃശ്ശൂർ പൂരത്തിലെ പങ്കാളി. വടക്കുന്നാഥൻ്റെ 4 അതിരുകൾ കാക്കുന്ന ദേവിമാരിൽ ഒരാളാണ് കാരമുക്ക് ഭഗവതി. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 108 ദുർഗാലയങ്ങളിൽപ്പെട്ടതാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വാസം. തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന പൂക്കാട്ടിക്കര കാരമുക്ക് ക്ഷേത്രമാണിത്. തൃശ്ശൂർ പട്ടണത്തിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ തെക്കുമാറി പഴയ കുറുക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോർപ്പറേഷൻ അതിർത്തിയിൽപ്പെടുന്നതാണ് ഈ ക്ഷേത്രം. തൃശ്ശൂർ ഇരിങ്ങാലക്കുട റൂട്ടിൽ വലിയാലുക്കൽ സ്റ്റോപ്പിലിറങ്ങി 1 കിലോമീറ്റർ കിഴക്കോട്ട് നടന്നാൽ ഈ ക്ഷേത്രത്തിലെത്താം. അതുമല്ലെങ്കിൽ ചിയാരം പോസ്റ്റ് ഓഫീസ് സ്റ്റോപ്പിലിറങ്ങി 1 കിലോമീറ്റർ തെക്കോട്ട് നടന്നാലും ഈ ക്ഷേത്ര സന്നിധിയിലെത്താം. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 108 ദുർഗാലയങ്ങളിൽപ്പെട്ടതാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വാസം. വടക്കുന്നാഥൻ്റെ 4 അതിരുകൾ കാക്കുന്ന ദേവിമാരിൽ ഒരാളാണ് കാരമുക്ക് ഭഗവതി. ഈ ക്ഷേത്രത്തിൽ 3 ശ്രീകോവിലുകൾ ഉണ്ട്. ഈ 3 ശ്രീകോവിലുകളിലും ശിവൻ, വിഷ്ണു, കാർത്യായനി എന്നീ 3 ദേവചൈതന്യങ്ങളും തുല്യ പ്രാധാന്യത്തോടെ കുടികൊള്ളുന്നു. ശൈവ വൈഷ്ണവ ശാക്തേയ ചൈതന്യങ്ങളുടെ അപൂർവ സമന്വയമായ ക്ഷേത്രമാണിത്. 3 ദേവന്മാരും പടിഞ്ഞാറോട്ട് അഭിമുഖമായാണ് ദർശനം. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ പോലുള്ള 2 നില വട്ടശ്രീകോവിൽ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. ഭഗവതിക്കും ശിവനും 2 നില വട്ടശ്രീകോവിലുകളും വിഷ്ണുവിന് 1 നില വട്ടശ്രീകോവിലുമാണ് ഉള്ളത്. ഏപ്രിൽ 30 വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് നമ്മുടെ ഇവിടെ കൊടിയേറ്റം. ദേവസ്വം പ്രസിഡൻറ്റും പിന്നെ ജനങ്ങളെല്ലാവരും കൂടി തന്ത്രിയും എല്ലാവരും കൂടിയിട്ടാണ് കൊടിയേറ്റുന്നത്. കൊടിയേറ്റത്തിൻ്റെ പിറ്റേ ദിവസം ലാലൂർ ഭഗവതി കാരമുക്ക് ഭഗവതിയെ കാണാൻ വരുന്ന ഒരു ചടങ്ങുണ്ട്. ഇവർ തമ്മിൽ ക്ഷേത്ര സഹോദരിമാരാണ്. അപ്പോൾ ലാലൂർ ഭഗവതി ഇവിടെ വന്ന് കാരമുക്ക് ഭഗവതിയെ കൂട്ടിക്കൊണ്ടുപോയി ലാലൂർ ക്ഷേത്രത്തിൽ ഇറക്കി പൂജ. അവിടുന്ന് വൈകിട്ട് കാരമുക്ക് ഭഗവതി തിരിച്ചു വരുന്ന ചടങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം എരവിമംഗലം മന, കൊട്ടാരം ശിവക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിലേക്ക് ഇറക്കി പൂജയുണ്ട്. അന്നേ ദിവസം തന്നെ കോശ്ശേരി മനയിലും ഇറക്കി പൂജയുണ്ട് കാരമുക്ക് ഭഗവതിക്ക്. കൊടി കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ പുറപ്പാട് നമ്മുടെ ക്ഷേത്രത്തിൽ ഇല്ല. പക്ഷേ ക്ഷേത്ര കുളത്തിൽ എല്ലാ ദിവസവും ആറാട്ട് നടക്കുന്നതാണ്. പൂര ദിവസം രാവിലെ 6 മണിയോടുകൂടി ഭഗവതി കുളശ്ശേരി ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. രാവിലെ 6 മണിയോടുകൂടി നാദസ്വരത്തിൻ്റെ അകമ്പടിയോടുകൂടിയിട്ടാണ് നമ്മുടെ യാത്ര. പേരകം മജിത്താണ് അതിന് നേതൃത്വം നൽകുന്നത്. 7 മണിയോടുകൂടി കുളശ്ശേരി ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് 7:30 3 ആനയുടെ അകമ്പടിയോടുകൂടി പാണ്ടിമേളത്തിൻ്റെ അകമ്പടിയോടുകൂടിയിട്ടാണ് നമ്മുടെ മേളം നടക്കുന്നത്. ചേന്നമംഗലം രഘുമാരാറാണ് ഈ മേളത്തിൻ്റെ നേതൃത്വം നൽകുന്ന ആൾ. രാവിലെ 9:30 മണികണ്ഠൻ ആലിൻ്റെ അവിടെ നമ്മുടെ മേളം എത്തും. അവിടുന്ന് 9:30 തൊട്ട് 10 മണി വരെയാണ് നമ്മുടെ മേളമുള്ളത്. ശ്രീമൂലസ്ഥാനത്ത് മേളം അവസാനിക്കും. അതുപോലെ തന്നെ വൈകിട്ട് 7:30 പഞ്ചവാദിയാണ് നമുക്ക്. പരക്കാട് മഹേന്ദ്രമാരാരുടെ നേതൃത്വത്തിലാണ് ഈ പ്രാവശ്യം കാരമുക്ക് ഭഗവതി എഴുന്നള്ളുന്നത്. വൈകിട്ട് 9:30 മണികണ്ഠനാലിൽ അവിടെ എത്തി 10 മണിക്ക് ശ്രീമൂലസ്ഥാനത്ത് നമ്മുടെ മേള അവസാനിപ്പിക്കും. പൂരപ്പിറ്റേന്ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കൊടിയിറക്കൽ പൂരം നടക്കുന്നതാണ്. അതിൻ്റെ നേതൃത്വം നൽകുന്നത് ജിതിൻ കല്ലാട്ടാണ്. അതിനുശേഷം കാരമുക്ക് കമ്മിറ്റിയുടെ വക ആറാട്ടുകഞ്ഞി വിതരണമുണ്ടായിരിക്കുന്നതാണ്. പൂരത്തിനോടനുബന്ധിച്ച് മെയ് 1, 2 ദിവസങ്ങളിൽ നാട്ടിലത്തെ കലാകാരന്മാരും കലാകാരികളും കൂട്ടിച്ചേർത്തിയുള്ള കലാപരിപാടികളുണ്ടായിരിക്കുന്നതാണ് 7 മണി തൊട്ട് 10 മണി വരെ. അതിനുശേഷം പിറ്റേ ദിവസം 3-ാം തീയതി തൃശ്ശൂർ ചലഞ്ചേഴ്സിൻ്റെ ഗാനമേളയും കമ്മിറ്റി പൂരത്തിനോടനുബന്ധിച്ച് വെച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന് വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ അത്ര പഴക്കമുണ്ടെന്ന് കരുതുന്നു. അസ്തമയ സൂര്യനെ നോക്കിയാണ് 3 ദേവതമാരുടെയും ഇരിപ്പ്. ഈ 3 മൂർത്തികൾക്കും 2 നേരം പൂജയും നിവേദ്യവുമുണ്ട്. 3 ദേവതകളിൽ ദേവിയാണ് തൃശ്ശൂർ പൂരത്തിലെ പങ്കാളി. ഇവിടുത്തെ ദേവി
കാർത്യായനി ഭഗവതിയാണെന്നാണ് വിശ്വാസം. 3 ദേവീദേവന്മാരെ കൂടാതെ ഇവിടെ ക്ഷിപ്രപ്രസാദിയായ ഒക്കത്ത് ഗണപതിയും പ്രധാന ഉപദേവനായ വലംബിരി ഗണപതിയുടെയും പ്രതിഷ്ഠകളുണ്ട്. ഒരേ മതിൽക്കകത്ത് തന്നെയാണ് ഈ 3 ശ്രീകോവിലുകളും നിലകൊള്ളുന്നതെങ്കിലും ഇവിടുത്തെ ശിവൻ പൂക്കാട്ടിക്കര ശിവനെന്നാണ് അറിയപ്പെടുന്നത്. ചിയ്യാരം മുനയം തൊട്ട് ഇന്നത്തെ ശക്തൻ സ്റ്റാൻഡ് വരെയുള്ള സ്ഥലത്തിന്റെ പേരാണ് പൂക്കാട്ടിക്കര. ശിവനെ പൂക്കാട്ടിക്കരയിൽ നിന്ന് മാറ്റി പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ്. ആദിശങ്കരൻ ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പൂജാരികളായി വടക്കേ മലബാറിൽ നിന്ന് കൊണ്ടുവന്ന മമ്പിള്ളി മനക്കാരുടെ ധർമ്മദൈവമായിരുന്നു ഈ ശിവനെന്ന് പറയപ്പെടുന്നു. ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന വിഷ്ണുവിന്റെ രൂപത്തിലാണ് ഇവിടുത്തെ മഹാവിഷ്ണു പ്രതിഷ്ഠ. 3 ശ്രീകോവിലുകളും തുല്യ പ്രാധാന്യത്തോടെ തന്നെ പ്രത്യേകം ബലിവട്ടങ്ങളും ആണ്ടറുതികളും പൂജകളുമായി തന്നെയാണ് നിലനിന്നു പോരുന്നത്. ഈ ക്ഷേത്രം പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ് കാരമുക്ക് ഭഗവതി ക്ഷേത്രം. ഇവിടെ 3 പ്രതിഷ്ഠകളാണുള്ളത്. ഒന്ന് കാരമുക്ക് ഭഗവതി, ശിവൻ്റെ പ്രതിഷ്ഠയുണ്ട്, കൃഷ്ണൻ്റെ പ്രതിഷ്ഠയുണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 ക്ഷേത്ര നടകളിലും വട്ടശ്രീകോവിലാണ് ഉള്ളത്. അതിന് പുറമെ നമ്മൾ അത്തി, ഇത്തി, അറിയാൽ, പേരാൽ എന്നുള്ള 4 പാമരങ്ങൾ 4 മരങ്ങളിലൂടെ സംരക്ഷിച്ച് പോരുന്നുണ്ട്. പിന്നെ വിശാലമായ ക്ഷേത്രകുളം, അതൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളാണ്. ഉപദേവതകളായിട്ടിപ്പോൾ ഈ കൃഷ്ണനും ശിവനും പുറമെ ഒക്കത്തെ ഗണപതി, 2 ഗണപതികളുടെ പ്രതിഷ്ഠയുണ്ട്. അതിലൊന്ന് വലംബിരി ഗണപതി, ഒന്ന് ഇടംബിരി ഗണപതിയാണ് ഇവിടെ കൂടുതലായിട്ടുള്ള പ്രതിഷ്ഠകൾ. പുറത്ത് പ്രതിഷ്ഠകളൊന്നുമില്ല. ഇവിടെ തൃശ്ശൂർ പൂരത്തിന് പുറമെ കാർത്തിക വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ദേവിക്ക് കാർത്തിക വിളക്ക് ഉണ്ടെന്ന് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ദേവിയുടെ സദ്യ ഉച്ചയ്ക്ക് വളരെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. പിന്നെ അഷ്ടമിരോഹിണി, കൃഷ്ണന് അഷ്ടമിരോഹിണി എന്ന വഴിപാടുകൾ, പിന്നെ ശിവരാത്രി, തിരുവാതിര, അങ്ങനെ തുടങ്ങിയ എല്ലാ ആഘോഷങ്ങളും നമ്മളിവിടെ നടത്തി വരുന്നുണ്ട്. പൂരത്തിൻ്റെ ചടങ്ങുകൾ സാധാരണ ഘടകപൂരങ്ങളുടെ മാതിരി തന്നെ നമ്മൾ വൈകിട്ട് 30-ാം തീയതി വൈകിട്ട് 6:30 മണിക്ക് ദീപാരാധനയ്ക്ക് ശേഷമാണ് ഇവിടെ കൊടിയേറ്റുക. നാട്ടുകാരും ജനപ്രതിനിധികളും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിലാണ് കൊടിയേറ്റം നടക്കുക. കൊടിയേറ്റം അന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവതിക്ക് കുളത്തിൽ ആറാട്ട് പരിപാടികളുണ്ട്. പിന്നെ എല്ലാ ദിവസവും ആറാട്ട് നടക്കുന്നുണ്ട്. ക്ഷേത്രകുളത്തിൽ ആറാട്ട് നടത്തുന്നുണ്ട്. കൊടിയേറിയതിൻ്റെ പിറ്റേ ദിവസം ലാലൂർ ഭഗവതി കാരമുക്ക് ക്ഷേത്രത്തിലേക്ക് വരുന്നൊരു ചടങ്ങുണ്ട്. അത് ലാലൂർ ഭഗവതിയും കാരമുക്ക് ഭഗവതിയും ജ്യേഷ്ഠ സഹോദരിമാരാണെന്നാണ് ഐതിഹ്യം. അപ്പോൾ ലാലൂർ ഭഗവതി കാരമുക്ക് ഭഗവതിയുടെ വന്ന് ഇവിടെ ഇറക്കി പൂജ കഴിഞ്ഞ് 2 ഭഗവതിമാരും കൂടി ലാലൂർ തിരിച്ചു പോവും. ആ ഒരു ചടങ്ങുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ കൊട്ടാരം ശിവക്ഷേത്രം, അരിയമംഗലം മന, കോശ്ശേരി മന എന്നിവിടങ്ങളിൽ ഇറക്കി പൂജയുണ്ട്. ആ 2 ദിവസമാണ് പുറത്ത് പോയിട്ടുള്ള ചടങ്ങുകൾ വരുന്നത്. പിന്നെ പൂര ദിവസം രാവിലെ നമ്മൾ 6 മണിക്ക് ഇവിടുന്ന് ഉരാനപ്പുറത്ത് നാദസ്വരത്തിൻ്റെ അകമ്പടിയോട് കൂടിയിട്ട് കൊളശ്ശേരി ക്ഷേത്രത്തിലേക്ക് ചെല്ലും. കൊളശ്ശേരി ക്ഷേത്രത്തിൽ നിന്ന് 3 ആനയായിട്ട് നമ്മൾ മണികണ്ഠനാൽ പന്തലിലെത്തുകയും മണികണ്ഠന പന്തലിൽ നിന്നും 9 ആനയായിട്ട് ശ്രീമൂലസ്ഥാനത്ത് നിന്ന് 9:30 മണിയോടുകൂടി നമ്മുടെ പൂരം കൊട്ടിക്കലാശിക്കുകയാണ് ചെയ്യുന്നത്. വൈകിട്ട് ഒരാനപ്പുറത്ത് കൊളശ്ശേരിയിൽ തുടങ്ങി 3 ആനയായിട്ട് പഞ്ചവായത്തിൻ്റെ അകമ്പടിയോടുകൂടി വടക്കുന്നാഥിൻ്റെ ശ്രീമൂലസ്ഥാനത്ത് നിന്ന് പൂരം 10 മണിയോടുകൂടി കൊട്ടി അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ പിറ്റേന്ന് കൊടിയിറക്കാണ്. ക്ഷേത്രത്തിൽ നടക്കുന്ന വലിയൊരു ചടങ്ങാണത്. കൊടിയിറക്കത്തിന് എന്ന് പറയുന്നത് നമ്മൾ കൊടിയിറക്കത്തിന് ശേഷം ഒരു 1.5 മണിക്കൂർ നേരം ജീതിൻ കല്ലാരിൻ്റെ ഒരു മേളവും, അത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കായിട്ട് നമ്മളൊരു ആറാട്ട് കഞ്ഞി നടത്തുന്നുണ്ട്. അതോടുകൂടിയാണ് പൂരത്തിൻ്റെ ചടങ്ങുകൾ അവസാനിക്കുന്നത്. ഐതിഹ്യം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഗരമഹർഷി എന്ന് പറഞ്ഞൊരു മഹർഷി ഇവിടെ തപസ് ചെയ്തിരുന്നെന്നും ആ ഗരമഹർഷി ഇരുന്ന ആ സ്ഥലം ഗരമുക്കായിട്ടും കാലക്രമേണ അത് കാരമുക്കായിട്ട് രൂപാന്തരപ്പെട്ടു എന്നാണ് പറഞ്ഞു കേൾക്കുന്ന ഒരു ഐതിഹ്യം. അതിപുരാതന കാലത്ത് ഈ ക്ഷേത്രം മുണ്ടാരപ്പള്ളി, കോശ്ശേരി, പട്ടേക്കാട്ട്, ഇരവിമംഗലം എന്നീ 4 മനക്കാരുടേതായിരുന്നു. എന്നാൽ അവർ തമ്മിൽ തെറ്റിയപ്പോൾ ശക്തൻ തമ്പുരാൻ ക്ഷേത്രം ഏറ്റെടുത്തു. പിന്നീട് സർക്കാരിൻ്റെ കീഴിലായ ക്ഷേത്രം ഇന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. അത്തി, ഇത്തി, പേരാൽ, അരയാൽ എന്നീ 4 പാമരങ്ങളെ ക്ഷേത്രത്തിൽ സംരക്ഷിച്ചു പോരുന്നുണ്ട്.
തൃശൂർ പൂരത്തിന് 7 ദിവസം മുമ്പ് ക്ഷേത്രത്തിൽ കൊടിയേറും. ദീപാരാധനയ്ക്ക് ശേഷം വൈകിട്ട് 6:30 കൊടിയേറ്റം. തുടർന്ന് ഒല്ലൂക്കാവ് കവലയിലും കൊടികയറ്റും. കൊടിയേറിക്കഴിഞ്ഞാൽ ദേശവലത്തും പറയെടുപ്പും പതിവില്ല. എന്നാൽ ദിവസവും ആറാട്ടും ശീവേലിയും നടക്കും. കൊടിയേറി 2ാമത്തെ ദിവസം രാവിലെ 11 മണിയോടുകൂടി ലാലൂർ ഭഗവതി കാരമുക്ക് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളാറുണ്ട്. അവിടെ ഇറക്കിപ്പൂജ കഴിഞ്ഞാൽ ലാലൂർ ഭഗവതിയും കാരമുക്ക് ഭഗവതിയും ഒത്തൊരുമിച്ച് ലാലൂരിലേക്ക് പുറപ്പെടും. അവിടെ ഇറക്കിപ്പൂജ കഴിഞ്ഞാൽ ഇരുവരും യാത്ര പറഞ്ഞ് പിരിയുന്ന ചടങ്ങും പതിവുണ്ട്. 3ാമത്തെ ദിവസം കണിമംഗലം കൊട്ടാരം ശിവക്ഷേത്രത്തിലും നെടുപുഴ ഇരവിമംഗലത്ത് മന, കുറുക്കഞ്ചേരി കോശ്ശേരി മന എന്നിവിടങ്ങളിലും ഇറക്കിപ്പൂജ പതിവുണ്ട്. പറയെടുപ്പിന് ശേഷം കോശ്ശേരി മനക്കൽ സദ്യയും നൽകാറുണ്ട്. ശൈവ വൈഷ്ണവ ശാക്തേയ സംഗമസ്ഥാനം എന്ന ഒരു പ്രത്യേകത ഈ ക്ഷേത്രത്തിനുണ്ട്. ആ ഒരു പ്രത്യേകത തന്നെയാണ് ഈ ക്ഷേത്രത്തിന് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് അപൂർവം ഈ അടുത്ത സ്ഥലത്തൊന്നും അങ്ങനൊരു ക്ഷേത്രം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ ശൈവ വൈഷ്ണവ ശാക്തേയ സംഗമസ്ഥാനം എന്ന് പറയുമ്പോൾ അതിൽ ഭഗവതിക്കാണ് കേന്ദ്രീകരിച്ചിട്ടാണ് ഇവിടെ ഈ പൂജാ ചടങ്ങുകളൊക്കെ അല്ലെങ്കിൽ പൂരത്തിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. അമ്പലത്തിലാണെങ്കിൽ 3 സ്ഥലത്തും തുല്യ പ്രാധാന്യമുള്ളതുകൊണ്ട് ഈ ഒരു 2 അതിലധികമോ ഉള്ള ക്ഷേത്രത്തെ, തുല്യ പ്രാധാന്യമുള്ള ക്ഷേത്രത്തെ ഒരു മഹാക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കാറുണ്ട് സാധാരണ. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു മഹാക്ഷേത്രമായിട്ട് കണക്കാക്കേണ്ടതാണ്. ഏറ്റവും വലിയ എന്തുകൊണ്ടോ അതിന് അങ്ങനെ ആൾക്കാരുടെ ഒരു കുറവ് കൊണ്ട് നമുക്കങ്ങനെ പറ്റണില്ല എന്നുള്ളൂ. കുറവ് ഈ ആൾക്കാരുടെ കുറവല്ല, ആളുകൾ ഉള്ളൊരു കുറവ് കൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നത്. ഈ പക്ഷേ ഏറ്റവും ഒരു നമ്മുടെ ഈ ഭാഗത്തെ ഗ്രാമക്ഷേത്രം എന്നൊക്കെ അതിനൊരു പ്രത്യേകത പറയും. ഗ്രാമക്ഷേത്രം എന്ന് പറയും. ഇവിടെ തൊഴുതതിന് ശേഷം ഈ ചീയാരത്തുള്ള എല്ലാവരും പുറത്തേക്ക് വേറെ ക്ഷേത്രത്തേക്ക് പോകാറുള്ളൂ പണ്ട് കാലത്ത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാമക്ഷേത്രം അല്ലെങ്കിൽ എന്നൊക്കെ പറയാം. നിത്യചടങ്ങുകൾ എങ്ങനെയാണെങ്കിൽ ഇവിടെ 3 സ്ഥലത്തും തുല്യ പ്രാധാന്യമുണ്ട്. 3 സ്ഥലത്തും പൂജ ഉണ്ട്. നിവേദ്യാദികളുള്ള പൂജകൾ, മണികുട്ടി പൂജയായിട്ട് 3 സ്ഥലത്തും ഉണ്ട്. അങ്ങനെ അതാണ് ഒരു പ്രത്യേകത. പിന്നെ പ്രദോഷ പൂജയുണ്ട്. ശിവരാത്രിക്ക് തന്ത്രി പൂജ. ഈ 8 ദിവസം ഉത്സവത്തോടെന്ന് വെച്ചാൽ തന്ത്രിയുടെ താന്ത്രിക ചടങ്ങുകൾ, പിന്നെ കാർത്തികയ്ക്ക് ഇതുപോലെ തന്നെ ഈ താന്ത്രിക ചടങ്ങുകളുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നു വരുന്ന വാർഷികമായിട്ടുള്ള നടന്നു വരുന്ന ചടങ്ങുകൾ. അതാണ് ഏറ്റവും ഒരു പ്രത്യേകത. പിന്നെ ഈ ശൈവ വൈഷ്ണവ ശാക്തേയ സംഗമസ്ഥാനം എന്നാണ് നമ്മളെപ്പോഴും അതിന് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഈ അമ്പലത്തിൽ അങ്ങനെ പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ്. വിശേഷ ദിവസങ്ങൾ ഈ പൂരക്കാലത്ത് 8 ദിവസം, പിന്നെ ഈ ശിവരാത്രി, പിന്നെ കാർത്തികയ്ക്ക് കാർത്തികാനുഭവതി സംബന്ധിച്ച് അഷ്ടമി രോഹിണി, ഇതിനൊക്കെ അതാണ് ഇവിടെ പ്രത്യേകത. ഗണപതി ആഴ്ച 2 ഗണപതി ഉണ്ട്. അതും അപൂർവമാണ്. അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ 2 ഗണപതി അപൂർവമാണ്. ഈ വിനായക ചതുർത്ഥിക്ക് പ്രത്യേകതയുണ്ട്. ഇവിടെ അതിന് പ്രാധാന്യം കൊടുക്കാറുമുണ്ട്. ഇഷ്ടംപോലെ വഴിപാടും ഉണ്ടാവാറുണ്ട്. പൂരദിവസം അതിരാവിലെയുള്ള ആറാട്ട് കഴിഞ്ഞ് 5 മണിയോടെ നടപ്പാണ്ടിയുടെയും നാദസ്വരത്തിൻ്റെയും അകമ്പടിയോടെ ദേവി പൂരത്തിന് പങ്കാളിയാകാൻ പുറപ്പെടും. ആ എഴുന്നള്ളിപ്പ് ആദ്യം എത്തിച്ചേരുക കുളശ്ശേരി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ഇറക്കിപ്പൂജ കഴിഞ്ഞാൽ 3 ആനകളുടെയും ചെമ്പടമേളത്തിൻ്റെയും അകമ്പടിയോടുകൂടി ദേവി വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. എഴുന്നള്ളിപ്പ് മണികണ്ഠനാലിലെത്തിയാൽ ആനകൾ 9 ആകും. പിന്നെ 9 ആനകളോടും പാണ്ടിമേളത്തോടുമുള്ള ഭഗവതിയുടെ എഴുന്നള്ളിപ്പാണ്. പ്രഗത്ഭനായ മേളപ്രമാണിയടക്കം മികച്ച കലാകാരന്മാരെ അണിനിരത്തിയുള്ള പാണ്ടിമേളം ആസ്വാദകരുടെ മനം നിറയ്ക്കും. മേളം രാവിലെ 9:30 ശ്രീമൂലസ്ഥാനത്ത് കൊട്ടി അവസാനിപ്പിച്ചാൽ പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് ഭഗവതി പ്രവേശിക്കും. വടക്കുന്നാഥനെ പ്രദക്ഷിണം വെച്ച് വണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തെക്കേ ഗോപുരത്തിലൂടെ പുറത്തിറങ്ങി കോർപ്പറേഷന് മുന്നിലെ കൊച്ചി രാജാവിൻ്റെ പ്രതിമ വലം വെച്ച് കുളശ്ശേരി ക്ഷേത്രത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. അവിടെ വിശ്രമിച്ച ശേഷം രാത്രിയിൽ രാവിലത്തേതുപോലെ
ചടങ്ങുകൾ ആവർത്തിക്കും. രാത്രിയിൽ പാണ്ടിമേളത്തിന് പകരം പഞ്ചവാദ്യമാണ് എഴുന്നള്ളിപ്പിന് അകമ്പടിയാകുക. രാത്രി 7 മണിക്ക് കുളശ്ശേരി ക്ഷേത്രത്തിൽ നിന്ന് ഭഗവതിയുടെ രാത്രി എഴുന്നള്ളത്ത് ആരംഭിക്കും. രാത്രി എഴുന്നള്ളിപ്പിന് 3 ആനകൾ മാത്രമാണ് അണിനിരക്കുക. 10 മണിക്ക് രാത്രിപൂരം അവസാനിക്കും. പിന്നെ വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്തേക്ക് ഭഗവതി പ്രവേശിക്കില്ല. പകരം ശ്രീമൂലസ്ഥാനത്തെ നിലപാടുതറയിൽ കയറി വലം വെച്ച് ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങും. കാരമുക്ക് ക്ഷേത്രത്തിൽ തിരിച്ചെഴുന്നള്ളിയാൽ ആദ്യം നമസ്കാര മണ്ഡപത്തിലാണ് ഇറക്കി എഴുന്നള്ളിക്കുക. പൂരപ്പിറ്റേന്ന് വൈകിട്ട് 6 മണിക്ക് ആറാട്ടും തുടർന്ന് പഞ്ചാരിമേളത്തോടെയുള്ള കൊടിക്കൽ പൂരവും നടക്കും. 3 ആനകൾ മുതൽ 5 ആനകൾ വരെ എഴുന്നള്ളിപ്പിൽ അണിനിരക്കാറുണ്ട്. കൊടിക്കൽ പൂരത്തിന് ശേഷം ആന കൊടിമരം വടക്കോട്ട് തള്ളിയിട്ട് വലിച്ചിടും. ഈ ചടങ്ങുകളോടെ പൂരത്തിന് സമാപനമാകും. പഴങ്ങാമ്പറമ്പ് മനക്കാർക്കാണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രിസ്ഥാനം. പുരാതനമായ ഒരു ക്ഷേത്രമാണ് പൂക്കാട്ടിക്കര കാരമുക്ക് ക്ഷേത്രം. 3 വട്ടശ്രീകോവിലിനുള്ളിൽ ശിവൻ, വിഷ്ണു, കാർത്യായനി ഭഗവതി എന്നീ ചൈതന്യങ്ങൾ തുല്യ പ്രാധാന്യത്തോടെ ഇവിടെ കുടികൊള്ളുന്നു. ഇതിൽ കാർത്യായനി ദേവിയാണ് തൃശ്ശൂർ പൂരത്തിലെ പങ്കാളി. പൂരം കൊടിയേറിക്കഴിഞ്ഞ് കൊടിയിറങ്ങുന്നതുവരെ ആഘോഷപൂർവ്വമാണ് ദേശക്കാർ ചേർന്ന് ഇവിടെ പൂരം നടത്താറുള്ളത്. 9 ആനകളുടെ അകമ്പടിയോടെയാണ് പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതിയുടെ തൃശ്ശൂർ പൂരത്തിലെ എഴുന്നള്ളത്ത്. ആ എഴുന്നള്ളത്ത് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇതോടെ തൃശ്ശൂർ പൂരം ക്ഷേത്രങ്ങളിലൂടെ എന്ന പരിപാടി ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. തൃശൂർ പൂരം ക്ഷേത്രങ്ങളിലൂടെ നിങ്ങൾക്കായി സമർപ്പിച്ചത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ സ്പോൺസേർഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ്, തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും.